ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്നൂസ് മഹൽ. ഇന്ന് നമുക്ക് നല്ലൊരു കിഡിലൻ ടൊമാറ്റോ കെച്ചപ്പ് റെഡിയാക്കി നോക്കിയാലോ? ഇപ്പം നോക്കാമല്ലേ? അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല പൊഴുത്ത 1/2 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ടും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, തക്കാളി ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുള്ളതാണ്. ഇപ്പം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്കിതൊരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നതിന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കാണ്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റൊക്കെ നമുക്ക് കളയാം. നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ല രീതിയിൽ തന്നെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. ഇത് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളൊരു 1/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ ആറി നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി നോക്കാം.
നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.